കണ്ടങ്ങള് ഇതാണ് എക്സിറ്റിലും എൻട്രിയിലും വരുന്നത്. ഒരുപാട് ആൾക്കാരുടെ ആശങ്കയായിരുന്നു ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതിനേതായാലും പരിഹാരം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഭാഗത്ത് ഇത് വെച്ചത് അറിയാത്ത ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് വയലേഷൻ എല്ലാം അറിയാതെ വന്നതാണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ KNRന്റെ റീച്ച് ആരംഭിക്കുന്ന നിസ്രി ജംഗ്ഷനിലാണ്. നമ്മൾ ഒരുപാട് കാലത്തെ ആശങ്കയായിരുന്നു ഈ മെർജിംഗ് പോയിന്റിനെ പറ്റിയുള്ള ആശങ്ക. അപ്പോൾ അതിന് പരിഹാരമായിട്ട് മെർജിംഗ് പോയിന്റിൽ എക്സിറ്റിന് വേറെ പോയിന്റും എൻട്രിക്ക് വേറെ പോയിന്റാണ്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എക്സിറ്റിലൂടെ ആൾക്കാർ എൻട്രി ആവില്ല, എൻട്രി ഉള്ള ഭാഗത്തുകൂടെ ആൾക്കാർ എക്സിറ്റ് ആവില്ല. അതിന് പരിഹാരമായിട്ടാണ് ഈ ഒരു സാധനം വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പേരാണ് ട്യൂബുലർ മാർക്കർ. ഫൈബർ ആൻഡ് റബ്ബർ മിക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റീച്ച് ആരംഭിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ആരംഭിക്കുന്ന രാമനാട്ടുകര ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നിസ്രി ജംഗ്ഷൻ, ആദ്യത്തെ നിസ്രി ജംഗ്ഷനിലാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ മെർജിംഗ് പോയിന്റ് വരുന്നത്. ഈ ഭാഗത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് കാണുന്നുണ്ട്. ഇന്നലെ ലൈറ്റ് കത്തിച്ചതും ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതിപ്പോൾ കേരളത്തിൽ ഏത് റീച്ചിലും ഇതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സിറ്റിൽ നിന്ന് എൻട്രി ആകുന്ന അല്ലെങ്കിൽ എൻട്രി പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആകുന്ന ആളുകളെ തടയിടാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി മെർജിംഗ് പോയിന്റിൽ ട്യൂബുലർ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ക്രാഷ് ബാരിയർ, അതായത് കോൺക്രീറ്റ് ബാരിയർ വെക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾ. അതൊക്കെ വെച്ചിക്കാന്നുണ്ടെങ്കിൽ നല്ല ഡാമേജ് വരും. ഈ സാധനം ഡാമേജ് കുറക്കും. കോൺക്രീറ്റ് ബാരിയർ പോലെ അത്ര ഡാമേജ് ഉണ്ടാക്കില്ല വാഹനങ്ങൾക്ക്. അതുകൊണ്ട് അപകടങ്ങൾ കുറക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ഹസാർഡ് ലൈനിൻ്റെ മുകളിലും അതേപോലെ എൻട്രി ആകുന്ന ഭാഗത്ത് കറക്റ്റായിട്ടുള്ള ആ ലൈനുള്ള ഭാഗത്തൊക്കെ ഈ ഒരു ട്യൂബുലർ മാർക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് ഉള്ള ഭാഗത്തു നിന്ന് മാത്രമേ ഇനി എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. ഈ ഭാഗത്ത് ഇതിപ്പോൾ എൻട്രി പോയിന്റ് ആണ്. എൻട്രി ഉള്ള ഭാഗത്തുനിന്ന് ഇനി എൻട്രി ആകാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയം നിരീക്ഷിച്ച് കൊണ്ടിരിക്കാൻ ഇവിടെ കണ്ടെങ്കിൽ ക്യാമറ ഉണ്ട്. ഈ നിസ്രി ജംഗ്ഷനിൽ എക്സിറ്റും ഉണ്ട്, എൻട്രി ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും കാണുന്ന രീതിയിലാണ് PTZ ക്യാമറ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് പിന്നെ ഇവിടെ ആക്സിഡൻറ്റോ മറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 3 ആക്സിഡൻറ്റ് അല്ലെങ്കിൽ 3 മരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ടായിട്ട് മാറും. ബ്ലാക്ക് സ്പോട്ടായി മാറിയെന്നുണ്ടെങ്കിൽ ഏത് സമയവും ഇവിടെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുന്ന് റോങ് ആയിട്ട് എക്സിറ്റുള്ള ഇവിടുന്ന് എൻട്രി പോയിന്റ് അല്ല, ഇപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആകുന്ന ആൾക്കാരെ സൂക്ഷിച്ചോളൂ. ക്യാമറ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഒരുപാട് ട്രാഫിക് വയലേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതറിയാതെ വരുന്ന സുഹൃത്തുക്കളാണ്. കാരണം അവർ പോകുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഹൈവേയിലൂടെ പൂർണ്ണമായിട്ടും നിയമങ്ങളൊക്കെ പാലിച്ച് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പല സ്ഥലത്തുനിന്നും എൻട്രി പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഹൈവേയിലോട്ട് കയറ്റി വിടുന്നുണ്ട്. എക്സിറ്റ് പോയിന്റിൽ നിന്ന് ഹൈവേയിലോട്ട് കയറ്റി വിടുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലൂടെ 28 കിലോമീറ്റർ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വാഹനം ഓടിച്ച് വരുമ്പോൾ മലപ്പുറം ജില്ലയിലോട്ട് കടക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് വളവുകളുണ്ട്. അതിൽ പെട്ടതാണ് ഈ ഒരു ഇടിമുയക്കൽ അണ്ടർപാസിന് മുകളിലുള്ള ഈ വളവ് കേട്ടോ. അതായത് ഇതുവരെ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് വളവും തിരിവുള്ള റോഡ് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം സൂക്ഷിക്കുക. അതുപോലെ ഒന്നാമത്തെ റീച്ചിൽ 2-3 സ്ഥലത്ത് ഡേഞ്ചർ ആയിട്ടുള്ള വളവുകളുണ്ട്. അപ്പോൾ സാധാരണ സ്റ്റഡ് മാർക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സ്റ്റഡ് ഫിറ്റ് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യുന്നത്. ഗമ്മൊക്കെ വെച്ച് അതിനുള്ളിൽ സ്ക്രൂ കണ്ടങ്ങൾ അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ വാഹനം കയറ്റണ്ട. നിരീക്ഷിക്കാൻ മുകളിൽ ആശാനുണ്ട്. അത് കണ്ടിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്പർ നോട്ട് ചെയ്ത് കാണ്ട് പിന്നെ കേരള MVD ഇവിടെ എന്തെങ്കിലും അവരെ വക ഇനിയൊരു ചിലപ്പോൾ ഒരു ക്യാമറ വെക്കാൻ ചാൻസ് ഉണ്ട്. അതെങ്ങാനും വെച്ചുകാന്നുണ്ടെങ്കിൽ പിന്നെ കേരള MVD പിന്നെ ഫൈൻ ഇടുന്നതിൽ മയം കാണിക്കുന്ന ആൾക്കാർ, അധിക ഫൈൻ അല്ലെങ്കിൽ അധിക പിഴ ചുമത്തിയിട്ട് ആൾക്കാരെ അധികം ബുദ്ധിമുട്ടിക്കാത്ത ആൾക്കാരായതുകൊണ്ട് വല്ലാതെ തിരക്കടില്ല. ഇതാട്ടോ ലൈറ്റിൻ്റെ സ്വിച്ച്. അപ്പോൾ ഈ ഒരു ട്യൂബുലർ മാർക്കിങ് കാർട്ടൂൺ കണക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കണ്ടെയ്നറിൽ സാധനം വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വന്നാൽ കേട്ടോ എന്തോരം സാധനങ്ങളാണോ. അപ്പോൾ എല്ലാ മെർജിങ് പോയിന്റിലും ഈ ഒരു സാധനമാണ്. രാത്രി ഒന്നും കൂടി മൊഞ്ച് കൂടും. കാരണം ആ ഒരു റിഫ്ലക്ഷൻ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് ആ KSRTCക്ക് പോകണമൊക്കെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയാത്തുണ്ടാവും. കാരണം നാളെ ഇതിലൂടെ ഇങ്ങനെ പോകരുത് കേട്ടോ. ഈ ഒരു സാധനം വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കൂടെ ബൈക്ക് കയറ്റി തിരികെ കയറ്റുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പിന്നെ എടുത്തു പറയാത്തതെന്താ വെച്ചാൽ അറിയാതെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇനി മുതൽ പോകരുത്. ഈ ഒരു ബ്ലോക്ക് എന്താ വെച്ചാൽ അറിയാതെ ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ലൈന് തെക്കണേ ഇവരാണ് കറക്റ്റ്. ഇവിടുന്ന് എക്സിറ്റ് ആകുന്നത് റോങ് ആണ്. അങ്ങനെ ഒരിക്കലും എക്സിറ്റ് ആകരുത്. നിങ്ങൾ റോങ് ആയിട്ട് എക്സിറ്റ് ആകുമ്പോൾ അവിടുന്ന് ആരെങ്കിലും എൻട്രി ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വാഹനം നിർത്തിയിടേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ട്രാക്കിൽ വണ്ടി നിർത്തുമ്പോൾ
ബാക്കിൽ വരുന്ന വാഹനങ്ങൾ നിങ്ങളെ വെട്ടിച്ചുകൊണ്ട് അപ്പുറത്തൂടെ പോകും. അങ്ങനെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ സംഭവിച്ചുകയെന്നുണ്ടെങ്കിൽ അപ്പുറത്തു കൂടെ 120-ലും 100-ലും വരുന്നവർ ഇതൊന്നും അറിയാതെ വന്നുകൊണ്ട് മൂട്ടിലൊന്ന് കയറ്റും. അപ്പോൾ അപകടം വിളിച്ച് വരുത്തുന്ന ഒരു പദ്ധതിയാണ് എക്സിറ്റിൽ നിന്ന് എൻട്രി ആകുന്നത്, അതേപോലെ എൻട്രി ഭാഗത്തു നിന്ന് എക്സിറ്റ് ആകുന്നതും. ഈ സാധനത്തിൽ ഇതിൽ ക്രാഷ് ബാരിയറിൻ്റെ അവിടെ വെക്കുന്നത്, ഇതിൽ സാൻഡ് നിറച്ച് വെക്കും. സാൻഡ് വെക്കാനുണ്ട്, ഇതിൻ്റെ പേരെന്തേനി, പേര് മറന്നല്ലോ. ഇതും ഫൈബറാണ്. ഇതിൽ സാൻഡ് നിറക്കും, മണൽ നിറക്കും, അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട്. അപകടങ്ങൾ കുറക്കാനല്ല, അപകടം ഉണ്ടാകുമ്പോൾ ഈ ക്രാഷ് ബാരിയറിൽ കൊടുന്ന് കയറ്റുകയെന്നുണ്ടെങ്കിൽ ഡാമേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ് മെർജിങ് പോയിന്റിൽ ഈ ഒരു സാധനം വെക്കുന്നത്. അതിൽ സാൻഡാണ് നിറക്കാനുള്ളത്. അപ്പോൾ കണ്ടുകൾ ഇപ്പോഴാണ് ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഭംഗി കിട്ടിയത്. പിന്നെ നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുമ്പോൾ ഒരുപാട് ട്രാഫിക് വയലേഷൻ, അതായത് നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ കാണുന്ന വീഡിയോ, ഈ ഒരു ബസ് ഇത് പോണ്, ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരു വണ്ടി വരും, ഒരു വെള്ള വണ്ടി. സുഹൃത്തെ, നീ ആരാന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. കാരണം എൻട്രി പോയിന്റിലൂടെ എങ്ങനെയാണ് ഒരു വാഹനം മെയിൻ ഹൈവേയിലോട്ട് പ്രവേശിക്കേണ്ടത് എന്നതൊക്കെയാണ്. ആ സുഹൃത്ത് നോക്കിയാണ്, ഇവിടുന്ന് ഒന്നും ഓന് ട്രാക്ക് മാറിയില്ല. ഈ ഒരു ഭാഗത്തുനിന്ന് ഡോട്ടുള്ള സ്ഥലത്തുനിന്ന് മാത്രമാണ് ഓന് ട്രാക്ക് മാറിയിട്ടുള്ളത്. ആരാണെന്ന് എനിക്കറിയില്ല സുഹൃത്തെ. ഈ സംഭവമാണ് ഒന്നെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് GCCയിലോ യൂറോപ്പിലോ എവിടെയെങ്കിലൊക്കെ വാഹനം ഓടിച്ച് പരിചയമുള്ള ആൾ. അപ്പോൾ 6 വരിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ ബ്രോ എന്ന് ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ടും മെസ്സേജ് ചെയ്തിട്ടൊക്കെ പറയാറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ പറയാറുണ്ട്. പിന്നെ തോന്നിയ പോലെ വാഹനം ഓടിക്കുന്ന ആൾക്കാരോട് ഞാൻ പണ്ട് പറഞ്ഞ പോലെ അസ്രായിൽ വന്ന് ക്ലാസ് എടുത്താലും ഈ ആൾക്കാർ മാറൂല. പിന്നെ കുറേ ആൾക്കാർ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പറയാൻ വിട്ടു, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒഫീഷ്യൽ എക്സിലും അതേപോലെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഞാനെടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം കാണുന്ന, അപ്പോൾ ഈ ഒരു ട്രക്ക് പോകുന്ന ട്രാക്ക് ഇതൊക്കെയാണ്. ഇതിൽ മാക്സിമം വേഗത കുറച്ച് പോകുന്ന വാഹനങ്ങൾ, അതായത് 60, 50, 40 എന്നീ വേഗതയിലൊക്കെ പോകുന്ന വാഹനങ്ങൾ ആ ഒരു റോഡിന് ഇടതുവശം ചേർന്നുള്ള ട്രാക്കിൽ പോകുക. പിന്നെ രണ്ടാമത്തെ ട്രാക്കാണ് ഹൈ സ്പീഡ് പോകുന്ന വാഹനങ്ങൾക്ക് ഉള്ള ട്രാക്ക് കിട്ടും. അതായത് 80 മാക്സിമം. നമ്മൾ ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈനുള്ള സ്ഥലത്തൊക്കെ 80 ആയിരിക്കും ലിമിറ്റ്. ഡിസൈൻ സ്പീഡ് 100 ആണെന്നുണ്ടെങ്കിലും 80 ആയിരിക്കും നമ്മുടെ സ്പീഡ് ലിമിറ്റ് തരാൻ തോന്നുന്നു. കാരണം പല സ്ഥലത്തും സൂപ്പർ എലിവേഷൻ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഡേഞ്ചർ കർവുകളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് പറയാൻ പറ്റും. കാക്കഞ്ചേരി ഭാഗത്ത് പണികൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ആ ഭാഗത്ത് പണികളെല്ലാം കഴിഞ്ഞു. ഗതാഗതത്തിന് 2 സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രാമനാട്ടുകര എത്തുന്നതിന് മുമ്പുള്ള, അതായത് രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകണം. അപ്പോൾ ട്രാക്കിനെ പറ്റി, അപ്പോൾ രണ്ടാമത്തെ ട്രാക്ക്, അതായത് സെക്കൻഡ് ട്രാക്ക്, മീഡിയയിലുള്ള ട്രാക്കിലൂടെയാണ് അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ പോകേണ്ടത്. പിന്നെ മൂന്നാമത്തെ ട്രാക്ക് എപ്പോഴും ഒഴിച്ചു വിടണം. അതായത് എമർജൻസി ആയിട്ട് പോകുന്ന വാഹനങ്ങൾക്കും രണ്ടാമത്തെ ട്രാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് രണ്ടാമത്തെ ട്രാക്കിലൂടെ പോകുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറാൻ വേണ്ടിയിട്ടും മൂന്നാമത്തെ ട്രാക്ക് ഒഴിച്ചു വിടണം. അതാണ് 6 വരിയുടെ നിയമം. മൂന്നാമത്തെ ട്രാക്ക്, അതായത് ഫൈനൽ ട്രാക്ക് എപ്പോഴും ഒഴിച്ചിടണം കേട്ടോ. അതായത് രണ്ടാമത്തെ ട്രാക്കിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എമർജൻസി വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മൂന്നാമത്തെ ട്രാക്ക് എപ്പോഴും ഒഴിച്ചിടണം. അതേപോലെ ഇടതുവശത്തെ ഷോൾഡറിനോട് ചേർന്ന് പോകുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ മീഡിയയിലുള്ള ട്രാക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാതെ തവളപ്പൂട്ട പോണ പോലെ ഈ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് നേരെ തേർഡ് ട്രാക്ക് പോയിക്കാണ്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് കയറരുത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു കാര്യം കൂടി കാണിക്കുകയാണ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ റോഡ്. ഇവിടുന്ന് നിങ്ങൾ രാവിലെയൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് മുൻഭാഗത്ത് നോക്കിക്കൊണ്ടുണ്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി പോകുന്നത് കാണാം. എന്താ ഭംഗിയേറും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഒരു റോഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി KNR കമ്പനിയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി റോഡാട്ടോ. മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം BMBC ആ ഒരു ലെവലിലാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാർക്കിങ്ങും ഷോൾഡർ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഫുട്പാത്ത് വരുന്നതാണ്. അതേപോലെ മീഡിയകളിൽ ഗ്രാസും അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നതായിരിക്കും. അതൊക്കെ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ളതാണ്. എന്തായാലും ഉഷാറായിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആ നടുവിൽ കാണുന്ന സ്ഥലം ഹൈവേ അതോറിറ്റിൻ്റെ കീഴിലുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇവർ എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ. ഒരു സൈഡിൽ നിന്ന് സർവീസ് റോഡോട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറുക, അപ്പുറത്തൂടെ ഇങ്ങനെ കയറി പോകും. ചെട്ടിയാർമാട് ഓവർപാസിനോട് ചേർന്നിട്ടാണ് പുതിയ ഈ ഗേറ്റും റോഡൊക്കെ വരുന്നത്. ഏതായാലും ഉഷാറായിട്ടുണ്ട്. നല്ല അടിപൊളി റോഡ്. ഒരുപാട് ചെക്കന്മാർ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം റോഡ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ലല്ലോ.
നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എന്താ ഭംഗിയായിരുന്നു. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് കൂടെ പോണ പോലെ 4 വരി റോഡ്, കാട് മൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ സുഹൃത്തുക്കളെ, ലൈൻ മാർക്കിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോൾ നീ ആരുടേതൊക്കെ പറയാൻ, എനിക്കെന്താടാ പണി, എൻ്റെ പണിയൊക്കെ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവരെങ്ങാനും ഗൂഗിളിൽ എങ്ങനെ 6 വരിയിൽ വാഹനം ഓടിക്കണം എന്ന് സെർച്ച് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ MVDൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ചെക്കനും ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അത് ചിന്തിച്ചിട്ട് ഒരു 10 ആൾ, ഒരു 1000 ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അതിലൊരു 10 ആൾക്കാർ നല്ല രീതിയിൽ വാഹനം ഓടിച്ചു പോയിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമായിരിക്കാം നമ്മളെ നാടിനും നമ്മുടെ രാജ്യത്തിനും എനിക്കുമാണ്. എനിക്ക് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ നന്നായല്ലോ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഒരു ഹൈവേയുടെ പോരിശ പറയുന്നതും അതേപോലെ ഹൈവേയെക്കുറിച്ച് ഡ്രോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതിനും നമ്മളെ നിരന്തരം വിമർശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളവിടെ. അവരൊക്കെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അവർ ആ പാർട്ടിൻ്റെ ആൾക്കാരായി എന്ന് കണ്ടതുകൊണ്ട് ഞാൻ പിന്നെന്തായി തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ പോരിശ പറയുന്നതും മഹിമ പറയുന്നത് എംബോക്കികൾ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. എംബോക്കികൾ, അതായത് ഹൈവേയുടെ ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന എംബോക്കികൾ. ആ എംബോക്കികളായിട്ടുള്ള ആളുകളെ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ ഹൈവേയുടെ ഈ കൺകുളിർന്ന കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ നെഗറ്റീവ്? നമ്മൾ ആദ്യം പറയുന്നതാണ് 45 മീറ്ററിൽ 6 വരിപ്പാതയും സർവീസ് റോഡും നിർമ്മിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതെല്ലാ വീഡിയോയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഫുൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് റീൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ അത് പറയാൻ പറ്റൂ. തലപ്പാറ പാടത്ത് പണികളെല്ലാം കഴിഞ്ഞ് മെയിൻ ഹൈവേ 2 വശത്തേക്കും തുറന്നു കൊടുത്തിട്ടുണ്ട്. ലൈൻ മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസം മുമ്പ് വരെ ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് DBM കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നു കൊടുത്തതാണ്. 2 സൈഡിലുള്ള ടാറിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് KNR കമ്പനി പണികൾ നടത്തിയിട്ടുള്ളത്. ഇനി കൂരിയാട് ഭാഗത്ത് മാത്രമാണ് പണികൾ നടക്കാനുള്ളൂ. കണ്ടില്ല ഞങ്ങൾ, ഏകദേശം ഒരു 1.5 മാസം 2 മാസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അതിൽ നിന്ന് ഇപ്പോൾ കണ്ടില്ല നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഭാഗത്തെ കമ്പനികളുടെ വർക്കിനെ അപേക്ഷിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലും നല്ല രീതിയിലാണ് പണികൾ, നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടുന്നു. എന്താ നമ്മൾ അവരോട് പറയാം? ഏതായാലും അവരവരെ പണിയെടുക്കട്ടെ, ഞാൻ എൻ്റെ പണിയെടുക്കുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കിട്ടാം. അവർക്ക് ഞാൻ മഹിമയും പോരിശയും പറയുന്നത് കൊണ്ടാണ് കുറ്റം, ഇതിന് നെഗറ്റീവ് പറയാത്തതാണ്. ഏറ്റവും വലിയ നെഗറ്റീവാണ് 45 മീറ്ററിൽ 6 വരിപ്പാതയും 2 വരി സർവീസ് റോഡ് നിർമ്മിക്കുന്നത്. കാരണം 60 മീറ്റർ ഉണ്ടെങ്കിലേ 6 വരിപ്പാതയും സർവീസ് റോഡ് നിർമ്മിക്കാൻ പറ്റുള്ളൂ. അതാണ് പുതിയ മാനദണ്ഡം. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.